പാർലമെന്റ് തുടങ്ങിയിരിക്കുന്നു. ലോക്സഭയിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലിന്മേൽ ഇന്ന് ചർച്ച നടക്കുകയാണ്. തത്സമയം ലോക്സഭയിലേക്ക്. Hindi and English version of the Standing Committee on Labour, Textiles and Skill Development 2022-23 on the Employees State Insurance Corporation applicability and benefits under ESI scheme, functioning of ESI hospitals and management of corpus fund relating to the Ministry of Labour and Employment. Thank you. माननीय सदस्यगण, नई व्यवस्था है और नई व्यवस्थाओं में टेक्नोलॉजी का भी प्रयोग किया है। इसलिए मेरा आग्रह है, आज सुबह भी 10 बजे से टेक्नोलॉजी के बारे में सिखाने के लिए सभी माननीय सदस्यों से आग्रह किया था। कल भी सुबह 10 बजे टेक्नोलॉजी के जो भी सीखना आना चाहें इस पार्लियामेंट कैंपस में आमंत्रित हैं। टेक्नोलॉजी के कारण कुछ चीज़ें हो सकती है, आपको आवाज़ कम आए उसको ठीक कर रहे हैं। नए घर में आते हैं तो नए परिवार में आते हैं तो आप सब समझते हैं चीज़ों को। जी, whether any paper circulation can be circulated at least for few days. ठीक है। और इसीलिए इस नई व्यवस्था में सभी लोग आसन का सहयोग करेंगे, ऐसी मेरी अपेक्षा है। जो कुछ भी व्यवस्थाओं के अंदर आपको लगे मुझे बताएं। इस 2 दिन के बाद आपको व्यवस्थाएं और व्यवस्थित मिलेगी। जितना दिन 2 दिन में ठीक होगा ആരംഭിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകാൻ പി ബസന്ത് ഉണ്ട് ഡൽഹിയിൽ നിന്നും. ബസന്ത്, ചർച്ചയിലേക്ക് കടക്കാൻ പോകുന്നു. കാര്യമായൊരു എതിർപ്പ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തൊക്കെയാണെന്ന് നടപടിക്രമങ്ങൾ? പ്രതീക്ഷ അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ആരംഭിക്കും. വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച ഇപ്പോൾ രേഖകൾ മേശപ്പുറത്ത് വെക്കുന്ന ചടങ്ങിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബില്ല് ചർച്ചയ്ക്കെടുക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ചർച്ചയിലേക്ക് നയിക്കുകയാണ് പതിവ്. ഇന്ന് തന്നെ ബില്ല് പാസ്സാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അർജുൻ റാം മേഘ്വാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ബില്ല് ചർച്ചയ്ക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സഭ കടന്നിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് കൊണ്ട് തന്നെ ബില്ല് പാസ്സാക്കിയെടുക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നാളെ രാജ്യസഭയിൽ ചർച്ചയ്ക്കെടുക്കും. ഇന്ന് ഉച്ചതിരിഞ്ഞ് ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കും എന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ രാജ്യസഭയുടെ കാര്യപരിപാടിയിലും അത് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. ബില്ലിനെ ആരും എതിർക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസ് അടക്കം എല്ലാവരും ബില്ലിനെ പിന്തുണയ്ക്കും. അല്പസമയം മുമ്പ് CPM-ഉം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ബില്ലിൽ പട്ടികജാതി പട്ടികവർഗ സംവരണത്തിന് പുറമെ പിന്നാക്ക വിഭാഗക്കാർക്ക് കൂടി സംവരണം വേണമെന്നുള്ളൊരു ആവശ്യം സമാജ്വാദി പാർട്ടിയും RJDയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഉന്നയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അറിയാം, ഇത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു സൂചനയുണ്ട്. അപ്പോൾ സെൻസസും അതോടൊപ്പം തന്നെ ഡീലിമിറ്റേഷനും കഴിഞ്ഞ ശേഷം മാത്രമേ ഇതുണ്ടാവൂ. ഈ സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് വേണമെന്നുള്ളൊരു ആവശ്യം കോൺഗ്രസും സോഷ്യലിസ്റ്റ് കക്ഷികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബീഹാറിൽ ഇപ്പോൾ കാസ്റ്റ് സെൻസസ് അല്ലെങ്കിൽ ജാതി സെൻസസ് നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാതി സെൻസസ് കൂടി വേണം എന്നുള്ളൊരു നിലപാട് കോൺഗ്രസിനുണ്ട്. അപ്പോൾ അതിനുശേഷം മാത്രമാണ് ഈ ബില്ല് നടപ്പാക്കുന്നത് മതി എന്നുള്ളൊരു നിലപാട് കോൺഗ്രസ് എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രധാന ആരോപണം കോൺഗ്രസും മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് വേണ്ടി ബില്ലുകൾ പാസ്സാക്കി എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ബില്ല് തിരഞ്ഞെടുപ്പിച്ച് കൊണ്ടുവന്നത്. അതായത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാകുന്നില്ല. UPA സർക്കാർ കൊണ്ടുവന്ന ബില്ല് എന്ന് പറയുന്ന വ്യത്യാസം പാസ്സാക്കിയിരുന്നെങ്കിൽ അന്ന് മുതൽ തന്നെ നടപ്പാകുമായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിടുന്ന അവരുടെ വാദം. എന്ന് വെച്ചാൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വെറൊരു ജുംല മാത്രമാണ്, അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് മാത്രമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ. നടപ്പാക്കാത്തൊരു കാര്യം ബില്ലിൽ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ബില്ല് അവതരിപ്പിച്ചു ജയിപ്പിച്ചു എന്ന് പറയുകയാണ്. സെൻസസും ഡീലിമിറ്റേഷനും കഴിയാൻ ഏകദേശം 4-5 കൊല്ലം എടുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഈവൻ മാനേജ്മെന്റ് മാത്രമാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാന ആരോപണം. ഏതായാലും ബില്ലിന്മേൽ ഇന്ന് ചർച്ചകൾ നടക്കും. സ്വാഭാവികമായിട്ടും ഭേദഗതികൾ ഉണ്ടാവും. കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും ഈ ബില്ലിനോടുള്ള സമീപനം അല്പസമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ കഴിയും.
जिसमें महिला सशक्तिकरण की योजनाएं भी ശ്രീ ബസന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോക്സഭയെ ആരംഭിക്കുമ്പോൾ വനിതാ സംവരണ ബില്ലിന്മേലുള്ള ചർച്ച അല്പസമയത്തിനകം ആരംഭിക്കും. അതിലേക്ക് കടന്നിരിക്കുക. समानता भी मिलती है, एक घर में लाइट एक घर में लाइट नहीं है, एक घर में टॉयलेट एक घर में टॉयलेट नहीं है. ബസന്ത് നേരത്തെ समानता लाने का अधिकार സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഉടമസ്ഥാവകാശത്തെ പറ്റിയൊക്കെ വലിയ വാദപ്രതിവാദങ്ങൾ പ്രതിപക്ഷ ഭരണപക്ഷ ബെഞ്ചിൽ നിന്നൊക്കെ ഉണ്ടായി. ഇന്ന് ഇപ്പോൾ ഇത് ലോക്സഭയും പാസ്സാക്കി ഉടൻ തന്നെ രാജ്യസഭയിലേക്ക് എത്തിച്ച് നിയമമാകുന്ന തരത്തിലേക്കൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ അത് BJPയെ സംബന്ധിച്ചോളം വലിയൊരു മേൽക്കൈയാണ്. അങ്ങനെ ധൃതി പിടിച്ചുള്ള ഒരു നടപടിക്രമങ്ങൾ അത് പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ പോകും. പക്ഷെ നമുക്കറിയാം, കാരണം അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്തായാലും നടക്കാൻ പോകുന്നില്ല. എങ്കിൽ കൂടി ഇത് രാഷ്ട്രീയമായി വലിയ ചർച്ചയ്ക്ക് പ്രചാരണത്തിന് BJPക്ക് വഴിവെക്കുന്ന ഒരു തരത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് ഈ ചർച്ചകളിലുമൊക്കെ അത് പ്രതിഫലിക്കുമോ ബസന്ത? इसमें 4 महत्वपूर्ण क्लॉज हैं. बाकी जो चर्चा होगी उसके बाद जो തീർച്ചയായിട്ടും ഇതിലിപ്പോൾ രണ്ട് വാദങ്ങളാണുള്ളത്. ഒന്ന്, കോൺഗ്രസ് കൊണ്ടുവന്നതാണ് ഈ ബില്ല് എന്നുള്ളതാണ്. ആ ബില്ല് കാലഹരണപ്പെട്ടു എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നു. മാത്രമല്ല ഈ രണ്ട് ബില്ലുകളിലും വാചകങ്ങളൊക്കെ സമാനം തന്നെയാണ്, ഒരേ വാചകങ്ങൾ തന്നെയാണ്. 2010 അവതരിപ്പിച്ച് പാസ്സാക്കിയ ബില്ലിലെ അതേ വാചകങ്ങൾ തന്നെയാണ് ഇതിലും ഉള്ളത്. ആകെയുള്ള ഒരു ഇൻസേർഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് ബില്ല് നിലവിൽ വരിക, സെൻസസും ഡീലിമിറ്റേഷനും കഴിഞ്ഞ ശേഷം മാത്രമേ നിലവിൽ വരൂ എന്നുള്ളത് അത് പലയിടത്തും എഴുതി ചേർത്തിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം ഒഴിച്ചു കഴിഞ്ഞാൽ ബില്ലിൽ കാര്യമായ വ്യത്യാസം ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബില്ലാണെന്നുള്ള കോൺഗ്രസിന്റെ അവകാശവാദം അവിടെ നിറഞ്ഞു നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് കോൺഗ്രസിൽ നിന്ന് സംസാരിക്കാൻ പോകുന്നവരൊക്കെ തന്നെ അതെടുത്ത് പറയുകയും ചെയ്യും. രാജീവ് ഗാന്ധിയുടെ കാര്യം മുതൽ ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ആശയമാണ് വനിതാ സംവരണം എന്നുള്ളത്. വളരെ ശക്തമായി അവരത് നടപ്പാക്കുകയും ചെയ്യും. എന്തുകൊണ്ട് അധികാരത്തിലേറി 9.5 കൊല്ലമായിട്ട് നടപ്പാക്കാതെ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഘട്ടത്തിൽ മാത്രം എന്തുകൊണ്ട് BJP നടപ്പാക്കുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യം അവർ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു വിഷയമെന്നുള്ള നിലയ്ക്ക് മോദിക്ക് ഇത് ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ഞങ്ങൾ ബില്ല് പാസ്സായി കഴിഞ്ഞു, രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചാൽ നിയമമാകും എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്നത്. നിയമസഭകളുടെ അംഗീകാരത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു വാദം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഒരു ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നിയമവശം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ, അതിൻ്റെ ചർച്ചകളൊക്കെ തന്നെ. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു വനിതാ സംരക്ഷണ അല്ലെങ്കിൽ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് കൂടി ഞങ്ങൾ പാസ്സാക്കിയെടുത്തു എന്ന് അവർക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ തവണ മുത്തലാഖായിരുന്നു അവരുടെ ഏറ്റവും വലിയ വിഷയമായി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വന്നത്. ട്രിപ്പിൾ തലാഖുമായി ബന്ധപ്പെട്ട് ആ ബില്ല് പാസ്സാക്കി വലിയ ബഹളത്തിനിടയിൽ തന്നെ സഭ പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ അർജുൻ റാം മേഘ്വാൾ ആ ബില്ല് ചർച്ചയ്ക്ക് തുടക്കമിടുമ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് കൂടി നമുക്ക് കേൾക്കാം. സഭയിലേക്ക് 33% के अनुसार महिलाओं का आरक्षण भी बढ़ता जाएगा. अब मैं थोड़ा सा कि काफी कल भी चर्चा हुई, मैं थोड़ी हिस्ट्री देना चाहता हूं कि भारतीय जनता पार्टी ने अपने राष्ट्रीय कार्यकारिणी की बैठक जो वडोदरा में हुई उसमें सबसे पहले संशोधन करके महिलाओं को सशक्त करें पार्टी में. इसके लिए 33% महिलाओं से पद भरे जाएंगे ऐसा निर्णय किया. उसके बाद वातावरण बना, दूसरी पार्टियों में भी प्रेशर आया. अब किया कि नहीं किया मुझे पता नहीं है, लेकिन उसके बाद से भाजपा लगातार लोकसभा और राज्यसभा में 33% सीटें आरक्षित करने के लिए निरंतर प्रयास करती रही. और जब अटल जी की सरकार आई तो बिल लेकर के भी आई. कई बार सर्व समिति की बैठकें बुलाई सभी दलों की, कई बार प्रयास अटल जी ने किए. 12वीं लोकसभा के समय 98 में, 13वीं लोकसभा के समय 99 में महिला आरक्षण विधेयक लोकसभा में प्रस्तुत किया गया. और उपलब्ध रिकॉर्ड के अनुसार 1996 में 11वीं लोकसभा के दौरान एसटी देवेगौड़ा के समय भी ये पहली बार प्रस्तुत हुआ. उसके बाद ये कमेटी में चला गया और कमेटी ने रिपोर्ट दी. रिपोर्ट देने के बाद लोकसभा भंग हो गई तो वो बिल भी समाप्त हो गया. मैं ये हिस्ट्री इसलिए देना चाहता हूं कि बाद में फिर यूपीए फर्स्ट के समय 17 दिसंबर 2009 में ये जो कमेटी की रिपोर्ट आई, जो बिल इन्होंने पेश किया मनमोहन सिंह जी के समय, इस रिपोर्ट के बाद 9 मार्च 2010 को ये बिल राज्यसभा में चर्चा के लिए लाया गया. 2 दिन चर्चा हुई. चर्चा का दौरान विरोध भी काफी हुआ, कुछ सांसदों ने बिल की कॉपियां भी फाड़ी, लेकिन अंततः राज्यसभा से ये बिल पास हुआ. इसमें भाजपा का सपोर्ट था. भारतीय जनता पार्टी ने खुले मन से सपोर्ट किया था इस बिल का. राज्यसभा में चर्चा तथा पास होने के बाद 12 मार्च को, अध्यक्ष जी जैसा आप प्रक्रिया जानते हो संसदीय परंपरा की, 12 मार्च 2010 को यह बिल लोकसभा में कम्युनिकेट हो गया. लोकसभा के
सेक्रेटरी जनरल ने इसको पढ़ दिया तो ये लोकसभा की प्रॉपर्टी हो गया, और जब प्रॉपर्टी हो गया तो उसके बाद कई बार ലോക്സഭയിൽ ഇന്ന് തന്നെ ബില്ല് പാസ്സാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. അർജുൻ റാം മെഘ്വാൾ നിയമമന്ത്രി പറഞ്ഞത് സ്ത്രീകൾക്ക് തുല്യത നൽകുന്ന ബില്ല് എന്ന അവകാശവാദം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉയർത്തുന്നത്.